തന്റെ മാതാവും പിതാവും തനിക്ക് നഷ്ടപ്പെട്ടു. തന്നെ കുമ്രാൻ മരുഭൂമിയിലേക്ക്, അല്ലെങ്കിൽ യഹൂദ മരുഭൂമിയിൽ കുമ്രാൻ ആ സമൂഹത്തിലേക്ക് അവൻ മാറ്റപ്പെടുവാനിടയായിരുന്നു. യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് അവൻ മാറ്റപ്പെട്ട് ഒരു പ്രത്യേക ആ സംസ്കാരം, ജീവിത പാരമ്പര്യങ്ങൾ അനുഭവിക്കുന്നതായ, അല്ലെങ്കിൽ അത് നിവർത്തിക്കൊണ്ടുവരുന്നതായ ആ സമൂഹത്തിലേക്ക് യോഹന്നാൻ മാറ്റപ്പെട്ടു. അവൻ വളർന്ന് വലുതായി. അവൻ യേശുക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ അവിടെ നിന്ന് മരുഭൂമിയിൽ കൂടി കടന്നു വരുവാനിടയായിരുന്നു. ഇസ്രായേൽ മക്കളെ, അല്ലെങ്കിൽ യഹൂദ ജനത്തെ സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു പുതിയ ഒരു അധ്യായം തുറന്നുകൊണ്ട് യേശുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ കടന്നു വരുവാനിടയായിരുന്നു. യേശുവിനെ സ്നാനപ്പെടുത്തി യേശുവിന് വേണ്ടി വഴി തുറന്നു കൊടുത്ത് ഏലിയാവിന്റെ ആത്മാവോടെ ശക്തിയോടെ അവൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രവർത്തിക്കുവാനിടയായിരുന്നു. എന്നാൽ ഹേരോദാവിന്റെ, അല്ലെങ്കിൽ അന്നത്തെ ഭരണകൂടത്തിന്റെ മ്ലേച്ഛതകളെ കണ്ടിട്ട് അതിന് വിരൽ ചൂണ്ടിയത് കൊണ്ട് അവൻ ശിരച്ഛേദം ചെയ്യപ്പെടുവാനിടയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് അവിടെ യോഹന്നാൻ അസ്തമിച്ചെങ്കിൽ, ഒരു തളികയിൽ അവന്റെ തല വാലയ്ക്ക് കൊടുത്തെങ്കിൽ, അവന്റെ ഉടലെടുത്ത് ആ ശിഷ്യന്മാർ കുഴിച്ചിട്ടെങ്കിൽ, ഇനി ദേഹസഹിതനായി അവനെ കാണുന്ന ഒരു സുദിനമുണ്ട്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ഗത്സമന ആ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതായ സമയം യോഹന്നാന്റെ തല ഒരുപക്ഷെ യേശുക്രിസ്തു കണ്ടു കാണും. യേശുക്രിസ്തുവിനെ ആ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ ദൂതൻ കടന്നു വന്നിട്ട് യേശുക്രിസ്തുവിനോട് ഒരുപക്ഷെ പറഞ്ഞേക്കാം, എന്താണ്, ഇതിനു മുമ്പേ കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരെയും ഈ യഹൂദ ജനം ചെയ്തത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവിടെ യേശുക്രിസ്തുവിനെ ബലപ്പെടുത്തുവാനിടയായിരുന്നു. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ കടന്നു വന്ന സാഹചര്യങ്ങളുണ്ട്. യോഹന്നാന്റെ ശേഷം ആ 1-ാം അധ്യായത്തിന്റെ എടുക്കണ്ട 52-ാമത്തെ വാക്യത്തിൽ തന്റെ സഹോദരനായ അന്ത്രയോസാണ് പത്രോസിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുവാനിടയാണ്. എന്നാൽ കൊണ്ടുവന്നതിന് ശേഷം ഏറ്റവും ഒന്നാമത്തെ ക്രിസ്ത്യാനി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ത്രയോസാണ്. എന്നാൽ മുൻപന്തിയിൽ സ്ഥാനത്തേക്ക് പത്രോസിന് കടന്നു വരുവാൻ അവസരം ലഭിക്കാനിടയായിരുന്നു. അങ്ങനെ മുമ്പിൽ കടന്നു വന്ന പത്രോസ്